ഇത്തവണത്തെ ടെക്കോസ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത വളരെ അധികം ബാച്ചുകളെ പ്രതിനിധീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വളരെ പേർ എത്തിച്ചേരുകയുണ്ടായി. 1963 കോളേജിൽ നിന്ന് പുറത്തു വന്ന ആൾക്കാർ മുതൽ 2019 വരെ കോളേജിൽ നിന്ന് ബിരുദമെടുത്തവർ വരെ ഈ യോഗത്തിൽ സംബന്ധിക്കുകയുണ്ടായി. അങ്ങനെ ഇതൊരു വമ്പിച്ച വിജയമായിരുന്നു. ഇത്തരത്തിൽ പ്രാതിനിധ്യം ഇതിനു മുൻപ് ഒരിക്കലും കിട്ടിയിരുന്നില്ല. ഇതിനുവേണ്ടി പലരും എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇതൊക്കെ സംഘടിപ്പിച്ചെടുക്കുന്നത് എന്ന്. കുറേയൊക്കെ എൻ്റെ പേഴ്സണൽ കണക്ഷൻസ് ഉപയോഗിച്ചും കൂടാതെ എന്നെ ഇതിന് സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, 25 പേരടങ്ങുന്ന ഒരു സംഘം പേട്രൻസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മാസവും യോഗം കൂടി കാര്യങ്ങൾ വിലയിരുത്തുകയും മുന്നോട്ടുള്ള പ്രയാണത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തൽഫലമായി പല പുസ്തക പ്രസിദ്ധീകരണങ്ങൾ നടത്തുക, പുറത്തുനിന്ന് വരുന്നവരെ ആദരിക്കുക, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇത്തവണത്തെ ഈ മീറ്റിങ്ങിൻ്റെ വിജയശില്പികളായിട്ട് ഞാൻ പറയുന്നത് പ്രസിഡൻറ്റ് രാമകൃഷ്ണൻ, സെക്രട്ടറി NI വർഗീസ്, ട്രഷറർ ശ്രീ CG രവീന്ദ്രനാഥൻ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ നടക്കുന്ന കലാപരിപാടികളിൽ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ബദ്ധശ്രദ്ധനായി അവിടെ പുറത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്തവണത്തെ സമ്മേളനം വളരെ വിജയകരമാക്കി തീർക്കുന്നതിന് സഹായിച്ച TG രവി, ജിതേഷ് നാരായണൻ, P കൃഷ്ണകുമാർ, ജാക്ക് മണ്ണൂക്കാടൻ, ഭുവൻദാസ്, മോഹനസുന്ദരം, KK ദിവാകരൻ എന്നിവരെയും കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ പോൾ ജോസഫ് കാട്ടൂക്കാരൻ, AK വിജയൻ, മുരളി കുറ്റിക്കാട് എന്നിവരൊക്കെ വളരെ കാര്യമായി സഹായിച്ചത് കൊണ്ടാണ് ഈ ഉദ്യമം ഇങ്ങനെ വിജയകരമായി പര്യവസാനിച്ചത്. അതിനോടുള്ള എൻ്റെ കടപ്പാട് അവരോട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്ന് മാത്രം പറയുകയും പങ്കെടുത്ത എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുകയും ഇനിയും എല്ലാ ആഗസ്റ്റ് 15-നും കൂടിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വിട്ടുപോകാതെ പറയേണ്ട സഹകരണം ശ്രീ TG രവി, ജിതേഷ് നാരായണൻ, പ്രമോദ് പടിയത്ത്. ഒരിക്കൽ കൂടി നന്ദി. സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. പ്രമോദ് എന്നാണ് പേര്. അദ്ദേഹം നമ്മുടെ അലുമിനിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കാരണം അദ്ദേഹത്തിനെ പലപ്പോഴും നമ്മുടെ എല്ലാ പരിപാടികൾക്കും അങ്ങേര് വരാറുണ്ട്, പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്, ലൈറ്റ് പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമായിട്ട് എല്ലാ കാലത്തും എപ്പോഴും സഹകരിക്കുന്ന ഒരു വിദ്വാനാണ് ഈ പ്രമോദ്. അപ്പോൾ ആ പ്രമോദ് പലപ്പോഴും നമുക്ക് ഇടയ്ക്കൊരു പാട്ട് പാടും, നമുക്ക് വേണ്ട ലൈറ്റ് പിടിക്കും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ക്യാമറ ഒക്കെ വർക്ക് ചെയ്യും. ഇത് അങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ടൊരു വിവരം അറിഞ്ഞതെന്താ വെച്ചാൽ, ഈ മൂപ്പരും ഷിബു എന്ന് പറഞ്ഞ മറ്റൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇവിടെ ഈ സൂക്കടക്കം മൂപ്പർക്കുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അത്രയും ഒരു സിനിമ പിടിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ പേര് തന്നെ നല്ല രസമുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ ഇത്രയും വളരെ ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കഥയും നല്ല രസമുണ്ട് കേൾക്കുമ്പോൾ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അത് ഇവിടെ നമുക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതനുസരിച്ച്, ഞാൻ മാത്രമല്ല നമ്മുടെ മറ്റേ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിട്ടും പിമ്പിട്ടൊക്കെ നിൽക്കുന്ന വിദ്വാനുണ്ടല്ലോ RK രവി, അവനും കൂടി ചേർന്നുകൊണ്ട് പറഞ്ഞ് തീരുമാനിച്ചു ഇതൊന്ന് കണ്ടാൽ തിരക്കിടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു വിദ്വാൻ സിനിമ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി അറിയണമല്ലോ നമുക്ക്. വെറുതെ മറ്റേ ലൈറ്റ് പിടിക്കൽ മാത്രമല്ല എന്ന്, പാട്ട് പാടൽ മാത്രമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രമോദിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് അതിൻ്റെ ട്രെയിലർ ഒന്ന്
നമ്മുടെ മുമ്പിൽ ഇത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളതിവിടെ പ്രൊജക്റ്റ് ചെയ്യണം. താങ്ക് യു. കുട്ടികൾ പൂക്കളെ പോലെയാണെന്ന് ഒരു കവിവാക്യമുണ്ട്. ഏതൊരിടവും അവർ സുന്ദരമാക്കും. എന്താ മോളെ? ഭയങ്കര സിക്സ് സെൻസ് ആയിരുന്നു. ഗന്ധർവന്മാരോട് വരെ സംസാരിച്ചിട്ടുണ്ട്. ഞാനിതീ കുടുങ്ങിയ നീയും കുടുങ്ങും. നിന്നെ ഇൻസൾട്ട് ചെയ്തല്ല. പല മതവിശ്വാസങ്ങൾ പേറിയിരുന്ന ഒരു ജനത തങ്ങളുടെ എല്ലാം വിശ്വാസം ഒന്നു തന്നെയെന്ന് ചിന്തിച്ചപ്പോഴുണ്ടായ ഒരു വൻ ജനാവലി. അതിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ഹിന്ദു. തെറ്റിയില്ല, അല്ല തെറ്റില്ല. അയാൾക്ക് എന്ത് കാര്യത്തിനാണ് ഈ പത്മശ്രീ കിട്ടിയത്? എന്താ സംശയം? ചാത്തൻ സേവ. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു ചുമതലയാണ്. ചാനലുകാര് കാലത്തിന്റെ ഒരു പോക്കേ. എടി, ഈ പെണ്ണുങ്ങളെ കിട്ടാനല്ലേ പാട്. അതെങ്ങനെ മനസ്സിലായി? താങ്കൾ കമ്പയർ ചെയ്യുന്ന പലതിനോടും എനിക്ക് യോജിക്കാനാകുന്നില്ല. അതെന്താ നിനക്ക് ചെയ്താല്? ഇതിലാ ഞാൻ വീണ് പോകണം. എനിക്ക് ഈ സ്ത്രീകളോട് 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു? അവരുടെ സെന്റിമെന്റ്സ് എടുത്ത് എങ്ങനെ വിഷ്വൽ ചെയ്താലും ആരെങ്കിലും ഈ പ്രോഗ്രാം കാണും. കളർഫുൾ ആയിട്ട് എന്തെങ്കിലും വേണ്ടേ? തരും, തന്നിരിക്കും. നിങ്ങൾ ചാനലുകാരെ എപ്പോഴും സത്യം പറഞ്ഞ ആൾക്കാരൊന്നല്ലോ. അത് നീ ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണ്ടല്ലേ? ലൈംഗികാസക്തി അത് മറ്റേത് ജീവജാലങ്ങൾക്കും ഉള്ളതുപോലെ മനുഷ്യനും. നീ പറയില്ല. ഇതും എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. മാനേജർ എവിടെ? പോലീസിനെ വിളിക്ക്. അടിച്ചിട്ടാ അവന്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ TP പ്രമോദിനൊപ്പം നിഖിൽ ദാമോദർ. നല്ലൊരു മനുഷ്യൻ ഒരു തട്ടുകേടും പറ്റാതെ തിരിച്ചു വന്നാ മതി. ജിതേഷ് നാരായണൻ ഗായകനും സംഗീത സംവിധായകനുമാണ്. നമ്മുടെ അലുമിനിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജിതേഷ് നാരായണനായിട്ട് മറ്റു ചില ബന്ധം കൂടി ഇരിക്കട്ടെ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഫൈനാൻസ് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് അവിടെ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്ന ശ്രീ NN രവീന്ദ്രൻ. എന്നെപ്പോലെ തന്നെ ഒരു ഫുട്ബോൾ പ്ലെയറുമായിരുന്നു രവീന്ദ്രൻ. അപ്പോൾ രവീന്ദ്രൻ കുറച്ച് നേരത്തെ മരിച്ചുപോയി. ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു കോള് കിട്ടി. ജിതേഷ് നാരായണൻ എൻ്റെ പേര്, അങ്ങനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോഴാണ് ജിതേഷ് നാരായണൻ ഉണ്ടായിരുന്നു, അങ്ങയുടെ അമ്മയുണ്ടായിരുന്നു. അതായത് എൻ്റെ സുഹൃത്ത് NN രവീന്ദ്രൻ്റെ സിസ്റ്റർ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ട് ഈ കുട്ടിയായിട്ടിരിക്കുക. നല്ല മിടുക്കനായ ഒരു പാട്ടുകാരനാണ്, മിടുക്കനായ സംഗീത സംവിധായകനാണ്. അങ്ങനെ ഇപ്പോൾ ഈയിടെ MT വാസുദേവൻ നായരെക്കുറിച്ച് ഒരു സംഗീത ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിളയോളങ്ങൾ എന്നതിൻ്റെ പേര്. പ്രിയപ്പെട്ട ആ കുട്ടി സംവിധാനം നിർവഹിച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള സംഗീത ശില്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുമെന്നും കാണുമെന്നും വിശ്വസിക്കുന്നു. താങ്ക് യു.